ആകട്ടെ. വിശുദ്ധ പകൽക്കാലം ആഴ്ചപ്പെടുത്തന്റെ ഒന്നാം ദിവസം അതുപോലെ വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കണം. വലിയവനായ കർത്താവ് ഒരുക്കിയ വൻകൃപകൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 8-ാം തീയതി മുതൽ 9-ാം തീയതി മുതൽ ആലയങ്ങൾ തുറക്കാം എന്ന് ഗവൺമെന്റ് മുഖാന്തരം അനുവാദം ലഭിച്ചതിന്റെ പിൻപിൽ വളരെ ചുരുക്കം ചില ആലയങ്ങൾ അവിടെയായി തുറന്നു കാണും എന്ന് കരുതുന്നു. എങ്കിലും ഗവൺമെന്റ് നിർദ്ദേശിച്ച എല്ലാ നിബന്ധനകളും പാലിക്കാൻ പ്രയാസമായതുകൊണ്ട് അനേക ആലയങ്ങൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. അനേകർ വീണ്ടും പതിവ് പോലെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ഇന്ന് പകൽക്കാലം പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പകൽക്കാലമാണല്ലോ. ഈ പകൽക്കാലം ധ്യാനത്തിനായി വായിക്കാനിടയായ സങ്കീർത്തനം 27 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ കർത്താവായ യേശുക്രിസ്തുവിന് 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൽ രാജാവായി ഭരിച്ചിരുന്ന ഒരു ദാവീദിന്റെ ഒരു വെല്ലുവിളി പോലെയുള്ളതായ ഒരു സന്ദേശമാണ്, ചോദ്യമാണ് ഈ 1-ാം വാക്യത്തിൽ കാണപ്പെടുന്നത്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ ഫിലിസ്തീനുമായി ഇസ്രായേൽ ജനത്തിനുണ്ടായതായ ഒരു യുദ്ധത്തിൽ ഒരു മലനായ ഫിലിസ്ത്യന്റെ വാളിന് മുൻപിൽ ദാവീദ് അല്പം തളർന്നു പോകാനിടയായി. അപ്പോൾ ഇസ്രായേൽ ജനം ദാവീദിനോട് കൂടിയുള്ളവർ അതിനുശേഷം ദാവീദിനോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ വെളിച്ചമാണ്, ഞങ്ങളുടെ ദീപമാണ്, അതുകൊണ്ട് ആ ദീപം അണഞ്ഞു പോകാതിരിക്കാൻ നീ ഈ യുദ്ധത്തിന് വരരുത് എന്ന് പറയുവാനിടയായി. ഉടനെ ദാവീദ് അവരോട് പറയുന്നതിന്റെ ആശയം, ഞാനല്ല നിങ്ങളുടെ വെളിച്ചം എന്നുള്ള അർത്ഥത്തിൽ, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? മനുഷ്യർ അനേകരും ഇന്ന് ഭയത്തിന് അടിമയാണ്. മനുഷ്യരുടെ ജീവൻ അപകടത്തിലാകത്തക്ക നിലകളിൽ ലക്ഷക്കണക്കിന് ജീവൻ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പകർച്ചവ്യാധികളുടെ മുൻപിൽ, COVID-19 മുൻപിൽ ഉന്നതന്മാർ മരിച്ചു കഴിഞ്ഞു, ഡോക്ടർമാർ മരിച്ചു, ശാസ്ത്രജ്ഞന്മാർ മരിച്ചു, എഞ്ചിനീയർമാരുടെ ജീവൻ നഷ്ടപ്പെട്ടു, നേഴ്സുമാരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ആരോഗ്യ പ്രവർത്തകരുടെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പോലീസുകാര്, ജവാന്മാര്, അങ്ങനെ സ്ഥാനമാന വ്യത്യാസം കൂടാതെ കുഴിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാവരെയും അപകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പകർച്ചവ്യാധിയായി ഈ മരണം അനേക ഭവനങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് ഭയമില്ലാത്തത്? എന്നാൽ ഇവിടെ ദാവീദ് ചോദിക്കുന്നു, ഞാൻ ആരെ ഭയപ്പെടും? എന്താണ് ദാവീദ് ഞാൻ ആരെ ഭയപ്പെടും എന്ന് പറയുന്നതിന്റെ കാരണം? യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലമാണ് എന്ന് ഉറപ്പുള്ള, ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ, ഞാൻ ആരെ ഭയപ്പെടും. എല്ലാവർക്കും യഹോവ എന്റെ ജീവന്റെ ബലം എന്ന് പറയാൻ കഴിയില്ല. അനേകർ കരുതുന്നു തങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെതായ ശക്തിയിലാണ് തങ്ങളുടെ ജീവന്റെ ബലമിരിക്കുന്നത്, തങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ കഴിവിലാണ് തങ്ങളുടെ ജീവന്റെ ബലമിരിക്കുന്നത്, തങ്ങളെ നോക്കുന്ന, ശുശ്രൂഷിക്കുന്ന, തങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന, പണം രോഗം വന്നു കഴിഞ്ഞാൽ തങ്ങളെ ഗവനിക്കുന്ന മക്കളുടെയോ മരുമക്കളുടെയോ സ്നേഹിതരുടെയോ അല്ലെങ്കിൽ തന്റെ സമ്പത്തുകളുടെയോ ബലത്തിലാണ് തന്റെ ജീവന്റെ ബലമിരിക്കുന്നതെന്ന് കരുതുമ്പോൾ കൊട്ടാരവും വെള്ളിയും പൊന്നും സൗഭാഗ്യങ്ങളും ശുശ്രൂഷകരും വൈദ്യന്മാരും ഡോക്ടർമാരും തന്നെ സംരക്ഷിക്കുവാനുള്ളതാകുന്ന സൈന്യങ്ങളും എല്ലാം കൂടെ ഉള്ളപ്പോൾ ദാവീദിന് പറയാൻ കഴിയുന്നു, എന്നെ കൂടെയുള്ള, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ജനമല്ല, സൈന്യമല്ല, വൈദ്യന്മാരല്ല, പണമല്ല, വെള്ളിയല്ല, പൊന്നല്ല, എന്റെ ജീവന്റെ ബലമേ യഹോവയാണ്. ഹല്ലേലൂയ. യഹോവ എന്റെ ജീവന്റെ ബലം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ യഹോവയായ ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ കർത്താവായ യേശു എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. യെശയ്യാവിന്റെ പ്രവചനം 41-ാം അധ്യായത്തിന്റെ
10 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. 41 10 നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലകൈയോട് ഞാൻ നിന്നെ താങ്ങും. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലക്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. വിശുദ്ധ ബൈബിൾ ആദ്യയുടെ അവസാനം പരിശോധിച്ചാൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്നുള്ള വാക്യം ഈ വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു ദൈവപൈതലിന് ധൈര്യപ്പെടുവാനുള്ളത് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുന്ന കാര്യം, ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന് പറയുന്ന കാര്യം, അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. ഞാൻ നിന്നോടുകൂടി ഉണ്ട്. എവിടെയെല്ലാമാണ് ഞാൻ നിന്നോടുകൂടി ഉള്ളത്? മാതാവിനോ പിതാവിനോ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ സഹോദരങ്ങൾക്കോ നമ്മോടുകൂടെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ഇരിപ്പാൻ കഴിയുകയില്ല. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്നും, നീ നദിയിൽ കൂടി കടന്നാൽ അവൻ നിന്റെ മീതെ കവിയില്ല, അവിടെ ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്നും, തീച്ചൂള അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, കാരണം ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ഞാൻ നിന്നോടുകൂടി ഉണ്ട് എന്ന് ഉള്ള അനേക വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ പോകേണ്ടി വരില്ലെന്നല്ല, നീ പോകേണ്ടി വരും, പക്ഷെ അവിടെ ഞാൻ നിന്നോടുകൂടെ കാണും. നീ ഒഴുക്കിന്റെയും തിരമാലകളുടെയും കൊടുങ്കാറ്റിന്റെയും പ്രശ്നങ്ങളുടെയും നടിയിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരില്ലെന്നല്ല, നീ കടന്നു പോകേണ്ടി വരും, പക്ഷെ കൊണ്ടുപോകുവാൻ ഞാൻ നിന്നോടുകൂടെ കാണും. നീ സിംഹക്കുഴി പോലെയുള്ളതാകുന്ന പ്രശ്നങ്ങളിൽ വീഴേണ്ടി വരികയില്ലെന്നല്ല, വീഴേണ്ടി വരും, പക്ഷേ ആ സിംഹത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുവാൻ ഞാൻ നിന്നോടുകൂടെ കാണും. ഇതിൽ പരം ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം ഒരു ദൈവപൈതലിന് എന്താണ് ലഭിക്കേണ്ടത്? അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും എന്നോടുകൂടി ഇല്ലല്ലോ, സഹായിപ്പാൻ ആരുമില്ലല്ലോ. അന്യദേശത്താണല്ലോ, അന്യ സംസ്ഥാനത്താണല്ലോ, അന്യ രാജ്യത്താണല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം അകന്ന ദൂരെയാണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. ദൈവം പറയുന്നു, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ സഹായിക്കും. ഒരു ഗവൺമെന്റ് നമ്മെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. സ്നേഹിതർ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. മറ്റാരായിരുന്നാലും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നതിനെല്ലാം പരിമിതികളുണ്ട്. പക്ഷേ ദൈവം നമ്മെ സഹായിക്കുന്നതിന് പരിമിതികളില്ല. വീണ്ടും പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഓരോന്നിനെ കുറിച്ചും വിവരിപ്പാൻ ധാരാളമുണ്ട്, പക്ഷേ വിവരിപ്പാൻ സമയമില്ലല്ലോ. ഞാൻ നിന്നെ ശക്തീകരിക്കും. നമ്മുടെ ബലം നഷ്ടപ്പെട്ട്, നമ്മുടെ ശക്തി നഷ്ടപ്പെട്ട്, നമ്മൾ ബലഹീനരായി പലപ്പോഴും ആശുപത്രിയിൽ അഭയം പ്രാപിക്കുമ്പോൾ പെട്ടെന്ന് നമ്മെ ശക്തീകരിക്കുവാനാണ് നമുക്ക് ട്രിപ്പ് കൊടുക്കുന്നത്, ഗ്ലൂക്കോസ് ട്രിപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റോരോ ട്രിപ്പുകളിട്ട് പെട്ടെന്ന് നമ്മെ ശക്തീകരിക്കാനാണ്. ഇതുപോലെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നീ തളർന്ന് ക്ഷീണിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുന്നു, ഒരു ട്രിപ്പ് കൊണ്ടോ ഗ്ലൂക്കോസ് കൊണ്ടോ നിന്റെ മനസ്സിനെയോ ഹൃദയത്തെയോ ചിന്താമണ്ഡലങ്ങളെയോ ശക്തിപ്പെടുത്തുവാൻ കഴിയാത്ത എല്ലാ മേഖലകളെയും ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവം പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ലോകത്തിൽ എല്ലാവരോടുമുള്ള ഒരു വാഗ്ദാനമല്ല ഇത്. ലോകത്തിൽ താമസിക്കുന്ന സകല മാനവജാതികൾക്കുമുള്ള ഒരു ഉറപ്പും ധൈര്യവുമല്ല ഇത്. യഹോവയായ ദൈവം, എന്റെ ദൈവം എന്ന് പറയുവാൻ അവകാശം ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ യഹോവയായ ദൈവമാണ് പുതിയ നിയമത്തിലെ കർത്താവായ യേശു ആകുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറയുന്നത് ലോഗോസ്, ശബ്ദം, ഓംകാരം, ശബ്ദം,
വചനം അല്ലെങ്കിൽ ലോഗോസ് ആദിയിലേ ഉണ്ടായിരുന്നു, ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്നെ കാണാൻ കഴിയാത്തവർ ദൂരെ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്നെ കാണാൻ കഴിയില്ല. എന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും ഇതിന്റെ പിൻപിൽ ഒരാളത്വമുണ്ട്. ഒരാളത്വം ഉള്ളത് കൊണ്ടാണ് ശബ്ദമുള്ളത്, വചനമുള്ളത് എന്ന് പറഞ്ഞാൽ ആദിയിലെ വചനമുണ്ടായിരുന്നു, ലോഗോസ് ഉണ്ടായിരുന്നു. ആ ലോഗോസ്, ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം വെറും 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ പോലെ ജഡം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നത് മാത്രമാണ് യേശു ക്രിസ്തു. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇല്ല എന്നല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുൻപേ, സകലം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ആദിയിലെ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളതായി, സകലവും സൃഷ്ടിക്കപ്പെട്ടത് യേശു ആകുന്ന ദൈവം മുഖാന്തരമാണ് എന്ന് ആ വചനത്തിൽ കൂടെ തെളിയിക്കുകയാണ് യോഹന്നാന്റെ ലക്ഷ്യം. യോഹന്നാന്റെ യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാകുന്ന യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് 750 വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കൊരു മകൻ ജനിക്കും, നമുക്കൊരു ശിശു ജനിക്കും. അവന്റെ ക്വാളിഫിക്കേഷൻ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ ദൈവത്തിന്റെ മകനെന്നോ ദൈവത്തിന്റെ പുത്രനെന്നോ അല്ല യേശുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവായ യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഒരാഴ്ചക്കിടയിൽ തന്നെ അനേക ശിഷ്യന്മാർക്കും മറ്റു പല സന്ദർഭങ്ങളിലും താൻ പ്രത്യക്ഷപ്പെട്ടു, താൻ ഉയർത്തെഴുന്നേറ്റു, താൻ ദൈവം തന്നെയാണ് എന്ന് തന്റെ ശിഷ്യഗണങ്ങൾക്ക് ലോകത്തിന് താൻ വെളിപ്പെടുത്തി. എന്നാൽ താൻ പ്രത്യക്ഷപ്പെട്ട പല സന്ദർഭങ്ങളിലും തന്റെ ശിഷ്യനായ തോമാശ്ലീഹ ഇല്ലായിരുന്നു. അപ്പോൾ ഒരിക്കൽ തോമാശ്ലീഹ ഉള്ള സദസ്സിൽ കർത്താവായ യേശു മറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമാസിനെ വിളിച്ചു, നീ വന്ന് എന്റെ ആണിപ്പഴുതില് വിലാവില് കുന്തം കൊണ്ട് കുത്തിയ വിലാവിലും ആണി നിറച്ചതാകുന്ന കൈകളുടെ ആണിപ്പഴുതിലും കൈയിട്ട് നീ വിശ്വസിക്കൂ. ഉടനെ തോമസിന് കാര്യം മനസ്സിലായി. തോമസിന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്നാണ് വിളിക്കുന്നത്. അതുവരെയും തങ്ങളോടുകൂടെ നടന്ന 3.5 വർഷം തങ്ങളോടുകൂടെ നടന്ന ഒരു ഗുരുവായി മാത്രമാണ് തോമസിനും മറ്റുള്ളവർക്കും പരിചയപ്പെടുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുള്ളത്. മരണത്തെ ജയിച്ച് വലമയോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ തോമസിന് മനസ്സിലായി, ഇത് ഞങ്ങളോടുകൂടെ നടന്നത് ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല, എന്റെ കർത്താവും ദൈവവുമായുള്ളവേ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ AD 96-ൽ ഡൊമേഷ്യൻ ചക്രവർത്തിയുടേതാകുന്ന കാലത്ത് ആമേൻ ദൈവത്തിന്റെ വചന നിമിത്തം നാട് കടത്തപ്പെട്ട് പസ്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് അവിടെ ആയിരിക്കുമ്പോൾ യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വർഷങ്ങൾക്ക് ശേഷം പസ്മോസ് ദ്വീപിൽ വെച്ച് തേജസ്വരൂപനായി കണ്ടപ്പോൾ യേശു യോഹന്നാനോട് പറയുകയാണ്, ഞാൻ ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദ്യത്തവനും ആകുന്നു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഏത് സാഹചര്യത്തിലും, മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ദൈവത്തിന് പറയുവാനുള്ളത്, ഇന്നത്തെ നിന്റെ സാഹചര്യം, ഇന്നത്തെ നിന്റെ ജോലിസ്ഥലം, ഇന്നത്തെ നിന്റെ അവസ്ഥ, ഇന്നത്തെ നിന്റെ കുടുംബ പശ്ചാത്തലം, ഇന്നത്തെ നിന്റെ സാമ്പത്തിക നിലവാരം, ഇന്നത്തെ ശാരീരികമാകുന്ന ബലഹീനത, നിന്നെ സഹായിപ്പാൻ, രക്ഷിപ്പാൻ, വിടിയിപ്പാൻ ആരുമില്ലാത്ത ഈ സാഹചര്യത്തിൽ കർത്താവായ യേശുവിനെ നീ ദൈവമായി അംഗീകരിച്ചാൽ, കർത്താവായ യേശുവിനെ നീ ദൈവമായി വിശ്വസിച്ചാൽ, മരിച്ചു മണ്ണോട് മണ്ണായി പോയ ആൾ ദൈവങ്ങളല്ല. ഇന്നത്തെ പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടു, ഡൽഹിക്കടുത്ത് ഒരു പ്രദേശത്ത് ഒരാൾ ദൈവം, സകലരെയും കൊറോണ രോഗികൾ ആരും ഭയപ്പെടേണ്ട, എല്ലാവരും കടന്നു വരുവീൻ എന്ന് പറഞ്ഞ് കൊറോണയെ ചുംബിക്കുന്ന ഒരാൾ ദൈവം.
തന്റെ അടുക്കൽ വരുന്ന ഭക്തരെ എല്ലാം അവരുടെ കൈ പിടിച്ച് ചുംബിക്കുമായിരുന്നു. പക്ഷേ താൻ ചുംബിച്ചതാകുന്ന വ്യക്തികളിൽ ആർക്കോ കൊറോണ രോഗമുണ്ടായിരുന്നു. 2 ദിവസത്തിനകത്ത് ആ ബാവ മരണത്തിന് കീഴടങ്ങുവാനിടയായി തീർന്നു. ചുംബനം കൊണ്ടോ മറ്റൊന്നുകൊണ്ടും ആൾ ദൈവങ്ങൾക്ക് ഇന്നത്തെ പകർച്ചവ്യാധികളെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. മെഡിക്കൽ സയൻസ് ഇന്നുവരെ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വ്യാപാര ശക്തി ഉണ്ട്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു. ഏത് രോഗാവസ്ഥയിലായിരുന്നാലും ഏത് ക്ഷീണാവസ്ഥയിലായിരുന്നാലും ആ യേശുവിന്റെ നാമം വിളിച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കൂ. യേശുവേ, നീ മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിന്റെ ദൈവമായി എന്റെ ദൈവമായി ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. കർത്താവെ, ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിന്നെ രക്ഷിക്കുവാനും വിടിവിക്കുവാനും ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നെ സഹായിക്കുവാനും ലോകാവസാനത്തോളം ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞ ദൈവം നിന്നോടുകൂടി ഇരുന്ന് മറ്റാരെക്കാൾ ഉപരിയായി നിന്നെ സഹായിപ്പാനും ശക്തീകരിപ്പാനും കഴിയുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം, പ്രത്യാശിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കർത്തൃ ശുശ്രൂഷയിൽ പാസ്റ്റർ വി ടി ഫ്രാൻസിസ് ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ വെള്ളറട.